ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഇന്ന് പുത്തനുടുപ്പും പുത്തൻ ബാഗും പുത്തൻ കുടയും പുത്തൻ ഉപകരണങ്ങളുമായി പുത്തൻ പെൻസിലും എല്ലാ പുതിയ വസ്തുക്കളുമായി സ്കൂളിൽ പോകുന്ന ദിവസമാണ്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത്, വിദ്യാർത്ഥിയായി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, ജൂൺ 1-ന് പുതിയ ഉടുപ്പിട്ടുകൊണ്ട് പോയാൽ, അല്ലെങ്കിൽ പഴയത് തേച്ചുമിനുക്കി പുതിയതുപോലെ ഇട്ടുകൊണ്ട് പോയാൽ, അങ്ങനെയുള്ള കുടുംബങ്ങളുമുണ്ട്. കാരണം അന്ന് ദാരിദ്ര്യത്തിൻ്റെ നാട് കൂടെയാണ്. അന്ന് ഇതുപോലെ സമ്പന്നതയുടെ കേരളമല്ല, പട്ടിണിയുടെ കേരളമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുടുംബങ്ങളിലെല്ലാം പുതിയ വസ്ത്രമൊന്നും ഉണ്ടാവില്ല, പുതിയ ബാഗൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്നാലും ഉള്ളതൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി കൊണ്ടുപോവുകയും ഇട്ടുകൊണ്ട് പോകുമ്പോൾ കൃത്യമായി ജൂൺ 1-ന് മഴ നനച്ചിരിക്കും. മഴ നനയാതെ തിരിച്ചു വരാൻ പറ്റില്ല. കുറേ കുട്ടികൾക്കെങ്കിലും പനി പിടിച്ചിരിക്കും. അങ്ങനെ രസകരമാണ്. പുതിയ ഷർട്ടും പുതിയ നിക്കറും, അന്ന് നിക്കറാണ് പാൻറ്റിനേക്കാൾ, പാൻറ്റും നിക്കറും ഒക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ, പിന്നെ കുട്ടികൾ പാവാടയാണ്, ചുരിദാറല്ല, പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ടുകൊണ്ട് വരുമ്പോൾ കംപ്ലീറ്റ് നനഞ്ഞ് നാശക്കൊട്ടയാവും. എന്നാൽ ഇപ്രാവശ്യം നോക്കൂ, ജൂൺ 1-ന്, ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ജൂൺ 1-ന് മഴ എവിടെ? കേരളത്തിൽ. ഇതിൻ്റെ പേരാണ് കാലാവസ്ഥാ മാറ്റം. ഇത് പല വർഷങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. നേരത്തെയും സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വർഷം തെക്ക് പടിഞ്ഞാറൻ, അതായത് ഇപ്പോൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്ന തെക്ക് പടിഞ്ഞാറൻ കാലവർഷമാണ് ജൂൺ മുതൽ ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ വരെ, ചിലപ്പോൾ അത് ഒക്ടോബർ ആദ്യം വരെയൊക്കെ, സെപ്റ്റംബർ അവസാനം വരെയൊക്കെ പോകുന്നത് ഈ കാലവർഷമാണ്. ഇതിങ്ങനെ തുടങ്ങി, ജൂണിൽ തുടങ്ങി, ജൂലൈയിൽ കുറച്ച് ഹൈപ്പിലെത്തി, ആഗസ്റ്റ് ആകുമ്പോൾ വളരെ ഹൈപ്പിലെത്തി, പിന്നെ കുറഞ്ഞ് സെപ്റ്റംബർ ഒക്ടോബറൊക്കെ ആകുമ്പോൾ വളരെ കുറഞ്ഞു പോകുന്ന ഈ മൺസൂൺ ഇപ്രാവശ്യം ഒരാഴ്ചയെങ്കിലും താമസിക്കുമെന്നാണ് കേരളത്തിൽ എത്താനായിട്ട് താമസിക്കുന്നതാണ് IMD, ഇന്ത്യൻ മെറ്റീരിയൽ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്. മെയ് 26-ന് മഴ തുടങ്ങുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ ന്യൂഡൽഹിയിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം ചേർന്ന 2ാം ഘട്ട ദീർഘകാല മൺസൂൺ പ്രവചനത്തിലാണ് IMD മേധാവി ഡോക്ടർ M മഹാപത്ര രാജ്യത്തിന് മുമ്പിലേക്ക് വരൾച്ചാ വർഷമായിരിക്കും വരാൻ പോകുന്നത്, രാജ്യത്തിൻ്റെ ഒരു വരൾച്ചാ വർഷമായിരിക്കും വരുന്നത് എന്ന സുപ്രധാന സൂചന. ദീർഘകാല ശരാശരിയുടെ 90% മഴ മാത്രമേ ഈ വർഷം കിട്ടാൻ സാധ്യതയുള്ളൂ. മഴ മേഘങ്ങൾ വലിയ തോതിലാണ് അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും എത്തിയതെങ്കിലും നിർഭാഗ്യവശാൽ കേരള തീരത്തേക്ക് കയറുന്നില്ല എന്ന് ഭൗമശാസ്ത്ര മന്ത്രാലയം നിരീക്ഷിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ മഴ ആൻഡമാനിൽ 16-ന് തന്നെ എത്തുകയും തെക്കൻ സമുദ്രമേഖല പിന്നിടുകയും ചെയ്തെങ്കിലും കേരളത്തിലെത്താൻ ഒരാഴ്ച കൂടി സമയമെടുക്കും. എന്ന് പറഞ്ഞാൽ 7 മുതൽ 8-ാം തീയതി, 7-ാം തീയതി, 8-ാം തീയതി ഒക്കെ ആകും കേരളത്തിൽ മഴ വരാനെന്നാണ്. പക്ഷേ അങ്ങനെ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ നാളെ രാവിലെ മഴ പെയ്യാം. അതാണ് കാലാവസ്ഥ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ മൺസൂണിന് മുന്നോടിയുള്ള മഴ ശക്തിപ്പെട്ടിരുന്നു. പക്ഷേ IMDയുടെ മാനദണ്ഡപ്രകാരം യഥാർത്ഥ മൺസൂൺ മഴ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിങ്ങനെ മടിച്ചു നിൽക്കുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ അഴിമുഖത്തെത്തിയിട്ടുണ്ട്, പക്ഷേ അകത്ത് വരുന്നില്ല. പൂമുഖപ്പടിവാതിൽക്കൽ നിന്നെയും കാത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞ പോലെ കേരളീയർ മഴ കാത്തു നിൽക്കുന്നു. എന്തായാലും മക്കളുകൾ ഇന്ന് രക്ഷപ്പെട്ടു. ഇന്ന് മഴയില്ല. സാധാരണ ജൂൺ 1-ന് സ്കൂൾ വർഷാരംഭത്തോടെയാണ് കേരളത്തിൽ മഴയെത്തുന്നത്. ഇതൊരാഴ്ച നേരത്തെയോ ഒരാഴ്ച കഴിഞ്ഞോ ആകാമെന്നാണ് IMD പറയുന്നത്. രാജ്യമെങ്ങും ആവശ്യത്തിന് മഴ ലഭിച്ച മെയ് മാസമാണ് കടന്നുപോയത്. നന്നായി മഴ, മെയ്യിൽ കുറേ മഴ ലഭിച്ചു. എന്നാൽ IMDയുടെ സൂപ്പർ കമ്പ്യൂട്ടറുകളെ പോലും വെല്ലുവിളിച്ച് 26 എന്ന പ്രവചന രീതിയിൽ നിന്ന് യഥാർത്ഥ മഴയുടെ തുടക്കം നീണ്ടുപോകുന്നത് ചൂടേറ്റവും കാലാവസ്ഥ മാറ്റം സൃഷ്ടിക്കുന്ന അതിഥ്യത്തിലേക്കാണെന്ന് വെളിച്ചം വീഴ്ത്തുന്നു. ഇനി മഴക്കുറവിൽ ദക്ഷിണേന്ത്യക്ക് എന്ത് സംഭവിക്കും? കേരളത്തിന് അധിക മഴ കിട്ടുമോ എന്നതും പ്രധാനമാണ്. ജൂൺ 1 മുതൽ സെപ്റ്റംബർ വരെയുള്ള മൺസൂൺ കാലത്ത് ഇക്കുറി ദക്ഷിണേന്ത്യയിലും മഴ ശരാശരിയും കുറവായിരിക്കുമെന്നാണ് ദീർഘകാലമായിട്ടുള്ള മൺസൂണിനെ വിലയിരുത്തിക്കൊണ്ട് IMD പറയുന്നത്. 92% മഴയാകും ദക്ഷിണേന്ത്യയിൽ ലഭിക്കുക. ഒരു 8% മഴ ഇപ്രാവശ്യം കുറയും. എന്നാൽ ദക്ഷിണേന്ത്യൻ ഉപദ്വീപിൻ്റെ പെനിൻസുല കിഴക്കൻ ഭാഗത്ത് ചിലപ്പോൾ ശരാശരിയോ അതിലുമേറെ മഴ ലഭിച്ചേക്കാമെന്ന സൂചനയും പ്രവചനത്തിലുണ്ട്. ഇതിൽ കേരളവും തെക്കൻ തമിഴക അതിർത്തി ജില്ലകൾ ഉൾപ്പെടുമോ എന്ന് നിലവിൽ വ്യക്തമല്ല. സംസ്ഥാന തലത്തിലുള്ള പ്രവചനങ്ങൾ IMD തയ്യാറാക്കാൻ വരുന്നതേ ഉള്ളൂ. കേരളത്തിൽ മഴ എങ്ങനെയായിരിക്കുമെന്നത് സംബന്ധിച്ച് വ്യക്തമായ സൂചനകൾ ഇനി കിട്ടും. അഖിലേന്ത്യാ തലത്തിൽ മഴ കുറഞ്ഞാലും ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും താപവ്യതിയാനം മൂലം രൂപപ്പെടുന്ന ഇന്ത്യൻ ഓഷൻ ദ്വിധ്രുവ എന്ന പ്രതിഭാസം മൂലം കേരളത്തിൽ പൊതുവെ മഴ കിട്ടുന്ന രീതിയാണ് ഇതിനു മുമ്പ് കണ്ടിരുന്നത്. അതായത് പസഫിക് ഓഷനിൽ എൽനിനോ പ്രതിഭാസം ഉണ്ടായാൽ ഭൂമിക്കാകെ ചൂട് കൂടുമ്പോഴും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പടിഞ്ഞാറ് ഭാഗത്തും കിഴക്ക് ഭാഗത്തും ഉണ്ടാകുന്ന 2 ധ്രുവങ്ങൾ, പടിഞ്ഞാറ് ധ്രുവത്തിലും കിഴക്ക് ധ്രുവത്തിലും ഉണ്ടാകുന്ന ചൂട് വ്യത്യാസം അനുസരിച്ച് അത് തുല്യമായി രണ്ടിടത്തും ചൂട് ആവുകയാണെങ്കിൽ ന്യൂട്രൽ എന്ന് പറയും. ഒരിടത്ത് കൂടുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് എന്നും ഒരു സ്ഥലത്ത് കൂടുമ്പോൾ മറ്റു സ്ഥലത്ത് കുറയുമ്പോൾ അത് നെഗറ്റീവ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് സൈഡുകളെ അപേക്ഷിച്ച്, അല്ലെങ്കിൽ വശങ്ങളെ, ധ്രുവങ്ങളെ അപേക്ഷിച്ചിട്ടാണ് നമ്മുടെ മഴയിൽ വലിയ വ്യത്യാസം ഉണ്ടാകുന്നത്. അത് നമുക്ക് പലപ്പോഴും ഗുണകരമായിട്ടാണ് ഡൈപോൾ സിസ്റ്റം അല്ലെങ്കിൽ ദ്വിധ്രുവ സിസ്റ്റം
വ്യവസ്ഥ, ആ കണ്ടീഷൻ നമുക്ക് പലപ്പോഴും ഗുണകരമായിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ മുന്നിൽ അതീവ ജാഗ്രതയോടെ നാം ഇരിക്കണം. ഈ കുറഞ്ഞ മഴ, ഇപ്പോൾ ജൂണിലൊക്കെ വരാത്ത മഴ ഇനി എല്ലാം കൂടെ എടുത്ത് ജൂലൈയിലോട്ട് തരുമോ എന്നുള്ള കാര്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ കൃത്യമായി ദുരന്ത നിവാരണ വകുപ്പും കൃഷി വകുപ്പും ഡാം മാനേജ്മെൻറ്റും ഒക്കെ നമ്മൾ നോക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരുന്ന ചിറാപുഞ്ചി, സോഹ്ര, പിന്നെ മൗണ്ട് സെൻട്രാം എന്നീ സ്ഥലങ്ങളിൽ ശരാശരി മഴയുടെ 94 മുതൽ 106% വരെ ലഭിക്കുമെന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. 100 വർഷത്തെ ശരാശരി മഴയുടെ കണക്കിൽ നിന്നും നിർദ്ധാരണം ചെയ്തെടുക്കുന്ന മൂല്യമാണ് ദീർഘകാല ശരാശരിയായി കണക്കാക്കുന്നത്. ഏപ്രിൽ 13 പുറത്തുവിട്ട IMDയുടെ കണക്കിലും മഴ കുറയുമെന്ന സൂചന തന്നെയാണ് നൽകിയിരിക്കുന്നത്. ദീർഘകാല മഴയുടെ 92% മഴ ലഭിക്കുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ IMD പുറത്തുവിട്ടത്. രണ്ടാം ഘട്ടത്തിൽ 2% കൂടി 90% മഴയ്ക്ക് സാധ്യതയുള്ളൂ. ആദ്യം 92% പറഞ്ഞു, 8% കുറയുള്ളെന്ന് പറഞ്ഞു, പിന്നെ 10% കുറയുമെന്ന് പറയുന്നു. ഇപ്പോൾ 90% കഥയാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, സൂചിപ്പിച്ച പോലെ, എൽ നിനോ ശക്തമായാൽ ചൂട് കൂടും, മഴയ്ക്ക് വഴിമാറാം. ജൂലൈ മുതൽ എൽ നിനോ സദേൺ ഓസിലേഷൻ എൻസോ ആന്തോളനം ശക്തമാക്കാൻ സാധ്യതയുള്ളതിന് ശരാശരി താപനില വീണ്ടും ഉയർന്നു നിൽക്കുമെന്നും പ്രവചനത്തിൽ. ഇത് മഴയുടെ താളം തെറ്റിക്കാം. UP മുതൽ തമിഴ്നാട് വരെ താപതരംഗമുണ്ടാകാനും സാധ്യതയുണ്ട്. എന്നാൽ എൽ നിനോ രൂപപ്പെടുന്ന പശ്ചാത്തലത്തിൽ മഴ കുറയുമെന്നും പറയുന്ന കാര്യമുണ്ട്. ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴേക്കും എൽ നിനോ കൂടുതൽ ശക്തമാകും. എന്നാൽ ഇന്ത്യൻ ഓഷൻ ഡൈപോൾ സിസ്റ്റം കൃത്യം ശരാശരി ന്യൂട്രൽ സ്ഥിതിയിൽ തുടരാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഇവിടെ വലിയ പ്രതിസന്ധി വരില്ല. സെപ്റ്റംബറോടെ സജീവമായാൽ എൽ നിനോ പ്രഭാവത്തെ അതിജീവിച്ച് തെക്കൻ സംസ്ഥാനങ്ങളിലും പശ്ചിമ തീരത്തും മഴയുടെ കരുത്ത് പകർന്നേക്കും. കേരളത്തിന് ഇതിൻ്റെ മെച്ചം കിട്ടുകയും ചെയ്യും. ഞാൻ പറഞ്ഞു, എൽ നിനോയുമായി ബന്ധപ്പെടുത്തി ഡൈപോൾ സിസ്റ്റമാണ് ഇതെല്ലാം കൂടി തീരുമാനിക്കുന്നത്. ജൂൺ അവസാനത്തോടെ അടുത്ത ഘട്ടം പ്രവചനം പുറത്തിറക്കും. അതുപോലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാലാവസ്ഥ വ്യതിയാനത്തെ സംബന്ധിക്കുന്ന പഠനങ്ങളും നിരീക്ഷണങ്ങളും വരും. ഇനി WMOയുടെ വേൾഡ് മെറ്റീരിയലിക് ഓർഗനൈസേഷൻ്റെയും IMDയുടെ കേരള റീജിയൻ്റെയും അതാത് മേഖലാ റീജിയൻ്റെയും ഒക്കെ പഠനങ്ങളും നിരീക്ഷണങ്ങളും പ്രവചനങ്ങളും ഒക്കെ ഇനി പുറത്തു വരാനുണ്ട്. ആഗോളതലത്തിലുള്ള കാലാവസ്ഥാ മാറ്റം എന്ന് പറയുന്നതിന് വലിയ ചൂടിൻ്റെ വർഷമാണ് വരുന്നതെങ്കിലും, ഇന്ത്യയാകെ ചൂടിൻ്റെ ഉഷ്ണത്തിൻ്റെ വർഷമാണ് വരുന്നതെങ്കിലും, ഈ ഡൈപോൾ സിസ്റ്റം പോലുള്ള, ഡൈപോൾ വ്യവസ്ഥ പോലുള്ള, ഡൈപോൾ സംവിധാനം പോലുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് കേരളത്തിൽ നല്ല മഴ ലഭിക്കാനാണ് സാധ്യത. എന്നാൽ തുള്ളിക്കൊരു കുടം എന്ന പോലെ ഒന്നിച്ചെടുത്തിങ്ങ് തന്നാൽ നമുക്ക് വീണ്ടും പ്രളയമായിരിക്കും സമ്മാനിക്കുക. എന്താണ് ഈ പ്രകൃതി കാത്തുവച്ചിരിക്കുന്നതെന്ന് അറിയാമെന്നുള്ള ഏക വ്യക്തി IMDയോ നമ്മളോ നിങ്ങളോ ഒന്നുമല്ല, ഈ പ്രകൃതിയാണ്. ആ പ്രകൃതിയുടെ നിഗൂഢതയാണ് മാനവരാശിക്ക് ഇപ്പോഴും കംപ്ലീറ്റ് തുറന്നു കിട്ടാത്തത്. അത് തന്നെയാണ് പ്രകൃതിയുടെ വിജയവും.